മണ്ണുത്തിയിൽ വൻ സ്പിരിറ്റ് വേട്ട പിക്കപ്പ് വാനിൽ ഒളിപ്പിച്ച് കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. അനീഷ് ആന്റണി, ഇതിൽ ആരൊക്കെയാണ് അറസ്റ്റിലായിട്ടുള്ളത്? എങ്ങനെയാണ് എക്സൈസിന് ഈ വിവരം ലഭിച്ചത്? ലിബീഷ, എക്സൈസിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. ഇത്തരത്തിൽ പിക്കപ്പ് വാനിൽ വൻ സ്പിരിറ്റ് ശേഖരം ഒളിപ്പിച്ച് കടത്തുന്നുണ്ടെന്ന വിവരം. അതനുസരിച്ച് ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് എക്സൈസ് ഈ മണ്ണുത്തി മേഖലയിൽ ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കായി ഇറങ്ങുന്നത്. എക്സൈസിന്റെ കമ്മീഷണർ സ്ക്വാഡും അതുപോലെ തന്നെ തൃശൂർ എക്സൈസ് റേഞ്ചും സംയുക്തമായിട്ടാണ് പുലർച്ചെ പരിശോധനയ്ക്ക് ഇറങ്ങിയത്. അവരുടെ നിഗമനം തെറ്റിയില്ല. ഈ സമാന രീതിയിൽ അവർക്ക് ലഭിച്ച അതേ രീതിയിൽ തന്നെ സ്പിരിറ്റ് 2 യുവാക്കൾ ഈ പിക്കപ്പ് വാൻ ഓടിച്ചു വന്നു. ബാംഗ്ലൂരിൽ നിന്ന് മുന്തിരി കച്ചവടം നടത്തുകയാണ്. അതുകൊണ്ട് മുന്തിരി കൊണ്ടുവരുന്ന അതിന്റെ മറവിൽ മുന്തിരി നിറച്ച പെട്ടികൾക്ക് ഉള്ളിൽ ആണ് ഇത്തരത്തിൽ 79 കന്നാസുകളിലായി 2600 ലിറ്റർ സ്പിരിറ്റ് ഇവർ രണ്ടുപേരും ചേർന്ന് കടത്തിയത്. മുന്തിരി പെട്ടികൾ എടുത്തു മാറ്റിയപ്പോഴാണ് ഇത്തരത്തിൽ സ്പിരിറ്റ് അതിനുള്ളിൽ ഒളിപ്പിച്ചതെന്ന് എക്സൈസിന് മനസ്സിലായിരുന്നത്. 2 പേർ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. പാലക്കാട് സ്വദേശി ഹരി, അതുപോലെ തൃശൂർ പഴുവിൽ സ്വദേശി പ്രദീപ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. സ്പിരിറ്റ് വാങ്ങാൻ ഒരാൾ എത്തിയിരുന്നു. ഇവർ നേരത്തെ കൂട്ടി തീരുമാനിച്ചനുസരിച്ച് സ്പിരിറ്റ് വാങ്ങാനായി ഒരാൾ എത്തിയിരുന്നു. പക്ഷേ എക്സൈസ് ഇവരെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടാനായില്ല. ഇവർ ഈ വന്ന ആൾ വാഹനം എടുത്ത് അവിടെ നിന്ന് കടന്നു കളയുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. എന്നാലും ആ രക്ഷപ്പെട്ട ആൾക്കുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അവരെ കുറിച്ചുള്ള വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പിടികൂടിയവരിൽ നിന്നും എന്തായാലും പിടികൂടിയവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുന്തിരി കച്ചവടത്തിന്റെ എന്ന വ്യാജേനയാണ് ഇത്തരത്തിൽ സ്പിരിറ്റ് കൊണ്ടുവന്നത്. നാളുകൾക്ക് മുൻപ് പട്ടിക്കാട് സെന്ററിൽ വലിയ രീതിയിലുള്ള സ്പിരിറ്റ് വേട്ട നടന്നതാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും. അന്ന് സ്പിരിറ്റ് ഗോഡൌൺ തന്നെയാണ് പിടികൂടിയത്. ദേശീയപാതയിൽ സ്പിരിറ്റ് പിടികൂടി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പട്ടിക്കാട് സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഗോഡൌണെ കുറിച്ച് അന്ന് എക്സൈസിന് വിവരിച്ചത്. ഉടൻ ആ ഗോഡൌൺ റെയ്ഡ് ചെയ്തപ്പോഴാണ് ആയിരക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് അന്ന് പിടികൂടിയത്. പിന്നീട് ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് തരത്തിൽ 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടുന്നത്. എന്തായാലും സ്പിരിറ്റ് ഒഴുക്ക് നിൽക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. സ്പിരിറ്റ് വ്യാപകമായ രീതിയിൽ തൃശ്ശൂരിലേക്കും എറണാകുളം മേഖലയിലേക്കും എല്ലാം അനുദിനം വരുന്നുണ്ട്. അതിൽ വലിയ ഒരു അളവിൽ വരുമ്പോൾ ചെറിയൊരു അളവിൽ മാത്രമാണ് പിടികൂടുന്നത് എന്ന് വേണം ഈ വാർത്തകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ. എന്തായാലും ഈ സ്പിരിറ്റ് എവിടേക്കാണ് കൊണ്ടുവന്നത്, ഈ സ്പിരിറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കാനാണ് കൊണ്ടുവന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസ് സംഘം അന്വേഷിക്കുന്നുണ്ട്. ഈ ബാംഗ്ലൂരിൽ നിന്നും എവിടെ നിന്നാണ് ഈ പ്രതികൾക്ക് ഇത്തരത്തിൽ സ്പിരിറ്റ് ഇത്രയും വലിയൊരു അളവിൽ സ്പിരിറ്റ് ലഭിച്ചത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എക്സൈസ് അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ലിബീഷ്.